നമുക്ക് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 17 മുതൽ ഉള്ള ചില ഭാഗങ്ങളെക്കുറിച്ച് ചിന്തിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ആ വാക്യം നമുക്ക് ഇവിടെ വായിക്കാം. മനുഷ്യനോട് കൽപ്പിച്ചതോ, നീ നിന്റെ ഭാര്യയുടെ വാക്കനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും. മുള്ളും പറക്കാരിയും നിനക്ക് അതിൽ നിന്ന് മുളയ്ക്കും. വയലിലെ സസ്യം നിനക്ക് ആഹാരമാകും. നിലത്തുനിന്നും നിന്നെ എടുത്തിരിക്കുന്നു. അതിൽ തിരികെ ചേരുവോളം മുഖത്തെ വിയർപ്പോട് നീ ഉപജീവനം കഴിക്കും. നീ പൊടിയാകുന്നു, പൊടിയിൽ തിരികെ ചേരും. ഏദൻ തോട്ടത്തിലെ ന്യായവിധിയിൽ പിശാചിനും ഹവ്വായ്ക്കും ആദാമിനും ദൈവം ശിക്ഷ കൽപ്പിക്കുക. ഇതിൽ ആദാമിനും ഹവ്വായ്ക്കും നൽകിയ ശിക്ഷ അത് മക്കളിലേക്കും പാരമ്പര്യമായി നീണ്ടുപോകും എന്നാണ് യഹോവ കൽപ്പിക്കുന്നത്. അവൻ മനുഷ്യനോട് കൽപ്പിച്ചതോ, നിന്റെ ഭാര്യയുടെ വാക്കനുസരിക്കുകയും അനുസരണക്കേട് ചെയ്യുകയും ചെയ്തതിൻ്റെ പേരിൽ നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ കഷ്ടതയോടെ ജീവിക്കും. മുള്ളും പറക്കാലയും നിനക്ക് മുളയ്ക്കും. വയലിലെ സസ്യം നിനക്ക് ആഹാരമാകും. നിലത്തു നിന്ന് നിന്നെ എടുത്തിരിക്കുന്നു. അതിൽ തിരികെ ചേരുവോളം നീ മുഖത്തെ വിയർപ്പോടെ ആഹാരം കഴിക്കും. ഇത് ആദാമിനെന്ന പോലെ ആദാമ്യ സന്തതി പരമ്പരകൾക്ക് മുഴുവൻ ഇന്നും നേരിട്ടുകൊണ്ടിരിക്കുന്ന ശിക്ഷയുടെയും ശാപത്തിൻ്റെയും ഫലങ്ങളാണ്. ഇതിൻ്റെ പേരിൽ ഏതെല്ലാം വിധത്തിൽ ദുരിതങ്ങൾ മനുഷ്യരാശി ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രകൃതി ദുരന്തങ്ങൾ, മഹാരോഗങ്ങൾ, പ്രളയം, ഭൂകമ്പം, കൊടുങ്കാറ്റ്, പേമാരി, മാരക രോഗങ്ങൾ, ഇങ്ങനെ മനുഷ്യരാശിക്ക് ഏതെല്ലാം വിധത്തിൽ ദുരിതങ്ങൾ നേരിടാവോ അതെല്ലാം ദൈവം അനുവദിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പലരും ഈ കാലത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. യഹോവയായ ദൈവം സർവജ്ഞനാണ്, സർവശക്തനാണ്, സ്നേഹസ്വരൂപനാണ്, സർവജ്ഞാനിയാണ്. ഇങ്ങനെയുള്ള ദൈവം അറിയാതെയാണോ ഈ കാര്യങ്ങൾ എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ദൈവം എന്തുകൊണ്ട് ഇതൊന്നും തടയുന്നില്ല? അങ്ങനെ ഇത് തടയാനും ഈ വിധത്തിലുള്ള മഹാ ഉപദ്രവങ്ങൾ മനുഷ്യരാശിക്ക് വരാതിരിക്കാനും മനുഷ്യനെ സംരക്ഷിക്കാൻ മനസ്സും കഴിവില്ലാത്ത ഒരു ദൈവത്തെ നമ്മൾ ആരാധിക്കുകയും വണങ്ങുകയും ചെയ്യുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം? അതുകൊണ്ട് ഇങ്ങനെ ഒരു ദൈവം പ്രപഞ്ചത്തിൽ ഇല്ല എന്നുള്ള ഒരു വാദമുള്ള ഒരു വിഭാഗം. അതിൽ പ്രധാനികളാണ് യുക്തിവാദികൾ, നിരീശ്വരവാദികൾ തുടങ്ങിയ ആളുകൾ. അവര് അജ്ഞതയിൽ നിന്നല്ല ഇങ്ങനെ ആയിത്തീരുന്നത്. അവരും ചില അറിവുകളിൽ കൂടി തന്നെയാണ് നിരീശ്വരവാദികളും യുക്തിവാദികളും ആയിത്തീരുന്നത്. കാരണം അവരുടെ ചോദ്യങ്ങൾക്കൊന്നും ഇപ്പോൾ അനുകൂലമായ ഉത്തരം ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ എന്താണ് ഇതിൻ്റെ കാരണം? ദൈവം ഈ തിന്മകളെല്ലാം ഒരു കാലം വരെ ദൈവം അനുവദിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ സമ്മതത്തോടു കൂടിയാണ് ഇന്ന് സൂര്യന് കീഴെ സംഭവിക്കുന്ന എല്ലാ ദുരന്തങ്ങളും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത്
അനുസരണക്കേടിന്റെ ഫലമായി ദൈവം വിധിച്ചിരിക്കുന്ന ശിക്ഷയാണ്. അപ്പൊ മനുഷ്യന്റെ മേൽ വരുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്നുള്ളത് ഈ ദുരന്തങ്ങളും രോഗങ്ങളുമല്ല. ഏറ്റവും വലിയ ശിക്ഷ എന്നുള്ളത് മരണമാണ്. മരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ശിക്ഷ. അതിൽ കുറഞ്ഞ ഒരു കാര്യങ്ങളും വലിയ ശിക്ഷയാവുന്നില്ല. ജനിച്ചാൽ എപ്പോഴെങ്കിലും മരിക്കുമെന്നുള്ളത് വലിയൊരു സത്യം തന്നെ. അത് ദൈവത്തിൻ്റെ കോപമാണ്, ശാപമാണ്. ഇത് തലമുറയായി ഇന്നും അനുഭവിച്ചുകൊണ്ട് മനുഷ്യരാശി നീങ്ങുകയാണ്. അപ്പം അതുകൊണ്ട് ദൈവം അറിയുന്നില്ല, കാണുന്നില്ലേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ദൈവം അറിയുന്നുണ്ട്, കാണുന്നുണ്ട്. ദൈവം ഇപ്പോൾ അത് തടയുന്നില്ല എന്നുള്ളതാണ്. അത് തടയാൻ ദൈവത്തിൻ്റെ ശക്തിയും ഉദ്ദേശവും ഇല്ലാത്തത് കൊണ്ടല്ല. കാരണം നന്മതിന്മകളെ അനുഭവിച്ച് അറിഞ്ഞ് പഠിക്കുവാനൊരു സാഹചര്യം ഇവിടെ സംജാതമാകുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആദിമ ലക്ഷ്യം. അതിനെക്കുറിച്ച് നമ്മൾ 22-ാം വാക്യം വായിക്കുമ്പോൾ ഇവർ വൃക്ഷഫലം തിന്നതിന് ശേഷം യഹോവ പറയുന്ന ഒരു കാര്യമുണ്ട്. അതൊന്ന് വായിച്ച് 22-ാം വാക്യം. യഹോവയായ ദൈവം മനുഷ്യൻ നന്മതിന്മകളെ അറിവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ ആയി തീർന്നിരിക്കുന്നു. യഹോവയായ ദൈവം പറയുന്നു, മനുഷ്യൻ നന്മതിന്മകളെ അറിവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ ആയി തീർന്നിരിക്കുന്നു. എപ്പോൾ? അവർ അനുസരണക്കേട് ചെയ്തപ്പോൾ. ഇപ്പോൾ അവർ തിരിച്ചറിവിലേക്കുള്ള ആദ്യ പടിയിലേക്ക് കടന്നിരിക്കുന്നതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇപ്പോൾ അവൻ കൈനീട്ടി ജീവവൃക്ഷത്തിന്റെ ഫലം കൂടെ പറിച്ചു നിന്ന് എന്നേക്കും ജീവിപ്പാൻ സംഗതി വരരുതെന്ന് കൽപ്പിച്ചു. ഏദൻ തോട്ടത്തിലുള്ള ഈ വൃക്ഷങ്ങളൊക്കെ അടുത്തടുത്ത് തന്നെയാണ്. നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷം, ജീവന്റെ വൃക്ഷം, ഇത് തൊട്ടടുത്ത് തന്നെയാണ്. അപ്പൊ ഇവര് അനുസരണക്കേട് ചെയ്തതിന്റെ ശേഷം പെട്ടെന്ന് തന്നെ ഇവർ ജീവവൃക്ഷത്തിന്റെ ഫലം പറിച്ച് തിന്നുകയാണെങ്കിൽ ഇവർക്ക് വീണ്ടും മരിക്കാൻ പറ്റില്ല. അപ്പൊ യഹോവയായ ദൈവം എന്ത് ചെയ്തു? അവരെ ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കി. മനുഷ്യൻ തിരിച്ച് ഏദൻ തോട്ടത്തിൽ കയറി ജീവവൃക്ഷത്തിന്റെ ഫലം തിന്ന് എന്നേക്കും ജീവിക്കാതിരിക്കേണ്ടതിനെ പുറത്താക്കി. ഏദന് കിഴക്ക് വാളുമായിട്ട് കിരൂബുകളെ കാവലാക്കി നിർത്തിയെന്നാണ്. അപ്പൊ യഹോവയുടെ ഉദ്ദേശം എന്താണ്? മനുഷ്യൻ ഈ കഷ്ടതയിൽ കൂടെ കുറെ കാലം ജീവിച്ച് നന്മയും തിന്മയും അനുഭവിച്ച് പഠിക്കണമെന്നാണ്. അങ്ങനെ ആദാമിന് 930 സംവത്സരം കിട്ടി. പിന്നെ ആദാം മരിച്ചു. അതാണ് നീ പൊടിയാകുന്നു, പൊടിയിൽ മടങ്ങിക്ക്. അപ്പൊ ആദാമിന്റെ സന്തതികൾ എന്ന നിലയിൽ ഇന്ന് മനുഷ്യരാശി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പീഡനങ്ങളും ദുരന്തങ്ങളും ഈ ശാപത്തിൻ്റെയും പാപത്തിൻ്റെയും ഫലമാണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മളെക്കുറിച്ച് ദൈവത്തിൻ്റെ ഉദ്ദേശം. ഏതായാലും അവരെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. പിന്നെ 4-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അനന്തരം മനുഷ്യൻ തൻ്റെ ഭാര്യയായ ഹവ്വയെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ച് കയീനെ പ്രസവിച്ചു. പിന്നെ ആദാമിൻ്റെ സന്തതി പരമ്പരകളെ കുറിച്ചുള്ള വിവരണമാണ് കാണുന്നത്. ഇവിടെ 4-ാം അധ്യായത്തിൽ കയീൻ ജനിക്കുമ്പോൾ പറയുന്നത്, യഹോവയാൽ എനിക്കൊരു പുരുഷപ്രജ ജനിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ കയീൻ ജനിക്കുന്നതിന് മുമ്പ്
ഒരു സ്ത്രീ പ്രജ ജനിച്ചോ ഇല്ലെന്നുള്ളതിൽ പറയുന്നില്ല. പുരുഷപ്രജ ജനിച്ച കാര്യം പറഞ്ഞു. ചിലപ്പോൾ ആദ്യം ഉണ്ടായത് പെണ്ണായിരിക്കും, പക്ഷെ പെണ്ണുങ്ങളുടെ പേര് വേദപുസ്തകത്തിന്റെ ഒരു വംശാവലിയിലും പറയില്ല, ആണുങ്ങളുടെ പറയൂ. അപ്പൊ ഇവിടെ പുരുഷപ്രജ ജനിച്ചു എന്ന് പ്രത്യേകം പറയാനുള്ള ഒരു കാര്യമുണ്ടായിരിക്കും. ഏതാ? ആദ്യം ഉണ്ടായത് ഒരു പെണ്ണ് തന്നെയായി. ഒരു പെണ്ണായിരിക്കുകയല്ല, പല പെണ്ണുങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആദ്യം പുരുഷനായി ജനിച്ചത് ആരാണ്? കയീനാണ്. കയീൻ ജനിച്ചതിന് ശേഷം പിന്നെ അവൾ അവന്റെ അനുജനായ ഹാവേലിനെ പ്രസവിച്ചു. അപ്പൊ കയീൻ ജനിച്ചതിന് ശേഷം ഹാവേലിന്റെ ജനനത്തെ കുറിച്ച് പറയുന്നു. ഇതിന്റെ ഇടയിൽ ഒരു പെണ്ണ് ജനിച്ചോ ഇല്ലെന്നുള്ള കാര്യം ഒന്നും പറയുന്നില്ല. ഇതൊക്കെ ഒരു ദിവസം കൊണ്ടോ ഒരു മണിക്കൂർ കൊണ്ടുള്ള കാര്യങ്ങളല്ല. ഇത് ആളുകളുടെ വിചാരം ഈ ഏദൻ തോട്ടത്തിലെ ഈ സംഭവമൊക്കെ ഇന്നലെ ഇന്ന് നാളെ എന്ന് പറഞ്ഞ പോലെ നടന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ വർഷങ്ങളുടെ അന്തരത്തിൽ നടന്ന കാര്യങ്ങൾ അവിടെ എഴുതിയിരിക്കുന്നു. അപ്പോൾ കയീൻ ജനിച്ചു, അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് ഹാബേലിനെ കുറിച്ച് പറയുന്നു. അപ്പോൾ കയീനും ഹാബേലും വളരുന്നതിനെ കുറിച്ച് പറയുന്നു. കുറെ കാലം കഴിഞ്ഞപ്പോൾ, അവിടെയാണ് ശ്രദ്ധിക്കുന്നത്. നമ്മളങ്ങനെ ശ്രദ്ധിച്ചു പഠിക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയോ? ഈ കയീന് എവിടെ നിന്നാണ് പെണ്ണ് കിട്ടിയെന്ന് ആളുകൾക്ക് ഇപ്പോൾ സംശയം. അപ്പൊ ആദാമിനെ ഹവ്വയെയും സൃഷ്ടിക്കുന്നതിന് മുമ്പേ ഭൂമിയിൽ മനുഷ്യനുണ്ടായിരുന്നു എന്ന നിഗമനത്തിലേക്ക് എത്തുന്ന ആളുകളുണ്ട്. അങ്ങനെയാണ് പിന്നെ ആദാമിന്റെ സൃഷ്ടിയെ കുറിച്ച് വേദപുസ്തകം ഇങ്ങനെ പറയുന്ന കാര്യമില്ലോ. നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ആദാമിന്റെ വാരിയെല്ലുകളിൽ ഒന്നെടുത്തൊരു സ്ത്രീയാക്കി അവക്ക് ഹവ്വ എന്ന് പേരിട്ടു എന്ന് പറഞ്ഞ് മനുഷ്യന്റെ ഉത്ഭവ ചരിത്രം അവിടെ പറയുക. അപ്പൊ അതിനു മുമ്പ് മനുഷ്യനുണ്ടായിരുന്നെങ്കിൽ ആ കാര്യമല്ലേ പറയേണ്ടത്. വേദപുസ്തകം ഇങ്ങനെ അസ്ഥിരമായ കാര്യങ്ങൾ പറയുന്ന ഗ്രന്ഥമല്ല. അതാ നമ്മൾ മനസ്സിലാക്കണം. അപ്പോ കയീനും ഹാബേലും കുറെ കാലം കഴിഞ്ഞിട്ട് അവർ യഹോവയ്ക്കൊരു വഴിപാട് കൊണ്ടു. എന്താ അതിന്റെ കാരണം? ആദാമിൽ നിന്നും ഹവ്വായിൽ നിന്നും അവർക്ക് ചില ദൈവത്തെക്കുറിച്ച് ചില ആശയങ്ങൾ കൈമാറി. അതിന്റെ വെളിച്ചത്തിലാണ് ഇവര് ദൈവത്തിനൊരു യാഗം കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കയീൻ കൃഷിക്കാരനായി തീർന്നു. ഹാബേൽ ഒരു ആട് വളർത്തുന്ന ജോലിയായിരുന്നു. അവർ അവരവരുടെ വസ്തുവകയിൽ നിന്നും യഹോവയ്ക്ക് വഴിപാട് അർപ്പിക്കാം. വഴിപാട് അർപ്പിച്ചതിൽ കയീൻ നിർജീവ വസ്തുക്കളെയാണ് വഴിപാട് ചെയ്തത്. അതേസമയത്ത് ഹാബേലോ ഒരാടിനെയാണ് ബലിയത്. അപ്പോൾ ഹാബേലിന്റെ വഴിപാടിൽ യഹോവ പ്രസാദിക്കുന്നു, കയീന്റെ വഴിപാടിൽ യഹോവ പ്രസാദിച്ചു. അപ്പോൾ കയീന് ഹാബേലിനോട് അസൂയുണ്ടായി, കോപമുണ്ടായി. ഹാബേലിനെ കൊന്നുകളയണമെന്നുള്ള ചിന്ത കയീന്റെ മനസ്സിൽ ഉണ്ടായി. അപ്പോൾ പറയുന്നു, നാം വയലിലേക്ക് പോകാം. ഒരു ഒളിപ്പിടം വേണം, അല്ലെങ്കിൽ അവിടെ വെച്ച് തന്നെ കൊന്നാൽ രണ്ടുപേരല്ലേ ഉള്ളൂ. നാം വയലിലേക്ക് പോകാം. ഏതാ ഒരു കുറ്റകൃത്യം ചെയ്യാനുള്ള ഒരു അവസരം മറ്റാരും കാണാതെ ഒരു സാഹചര്യം അവിടെ ഉണ്ടാകും. അതുകൊണ്ടാണ് വയലിലേക്ക് പോകാറുള്ളത്. അപ്പം മറ്റേ ആളുകൾ അവിടെ ഉണ്ടെന്നല്ലേ അതിൻ്റെ അർത്ഥം. ആദാമിന് ആണും പെണ്ണുമായിട്ട് വേറെ സന്തതികൾ ജനിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരോട് പറഞ്ഞിരിക്കുന്നു അങ്ങനെയാണ്, നിങ്ങൾ സന്താനപക്തിയുള്ളവരായി പെരുകാനാ പറഞ്ഞു. അപ്പോൾ മറ്റാരും കാണാതെ ഹാബേലിനെ കൊല്ലുക എന്നുള്ളതാണ് കയീന്റെ ലക്ഷ്യം. ഏതായാലും ഹാബേലിനെ വളരെ രഹസ്യമായിട്ട് തന്നെ കയീൻ കൊന്നുകളഞ്ഞു. അപ്പോൾ യഹോവ ഇടപെടുന്നു. നിന്റെ അനുജനായ ഹാബേൽ എവിടെ എന്ന് ചോദിച്ചു.
ഞാൻ എൻ്റെ അനുജൻ്റെ കാവൽക്കാരനാണ്, ഞാൻ അറിയുന്നില്ല. നീ എന്ത് ചെയ്തു? ഹാവേലിന്റെ രക്തം എന്നോട് നിലവിളിക്കുന്നു പ്രതികാരത്തിനായി. അതുകൊണ്ട് നീ ഈ പ്രദേശം വിട്ട് പൊയ്ക്കൊള്ളണം എന്ന് പറഞ്ഞു. അങ്ങനെ യഹോവയുടെ സന്നദ്ധിയിൽ നിന്ന് കയീൻ പോകുന്നു. അപ്പൊ കയീന് തെറ്റ് ചെയ്തു എന്നുള്ള ബോധ്യത്തിന്റെ പേരിൽ ഒരു ഭയം ഉടലെടുക്കും. അപ്പോ കയീൻ യഹോവയോട് പറയുന്നു, എൻ്റെ തെറ്റ് വലിയതാണ്, പൊറുപ്പാൻ കഴിയാത്തതാണ്. ഇപ്പോൾ നീ എന്നെ നിന്റെ സന്നദ്ധിയിൽ നിന്ന് ആട്ടിക്കളയുന്നു. അതുകൊണ്ട് ആരെങ്കിലും കണ്ടാൽ എന്നെ കൊന്നുകളയും എന്ന് പറഞ്ഞു. കയ്യിന് ഭയമുണ്ടായി. അപ്പൊ ഇവിടെ ആരെങ്കിലും കണ്ടാൽ കൊന്നുകളയെന്ന് പറഞ്ഞതിന്റെ കാര്യം എന്താ? ഈ ആരെങ്കിലും എന്നും പറയുന്ന ആരെ ഉദ്ദേശിച്ച കയ്യിൽ പറഞ്ഞ? അവിടെ കാട്ടുമൃഗങ്ങളും മറ്റു ജീവികളും ഒക്കെ ഉണ്ട്. അവരാണോ ഹാവേലിന്റെ രക്തത്തിന് വേണ്ടി കയ്യിനോട് പകരം ചോദിക്കുന്നത്? ആരെങ്കിലും എന്നുള്ള പ്രയോഗത്തിൽ തന്നെ കയീനും ഹാവേലും കൂടാതെ ആദാമിന്റെ സന്തതികൾ അവിടെ ഉണ്ടെന്നുള്ളത് തന്നെയാണ് അതിന്റെ അർത്ഥം. അത് ആണാണോ പെണ്ണാണോ എന്നുള്ള കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് പറയുന്നു. ആണും പെണ്ണുമായിട്ട് ആദാമിന് ചുരുങ്ങിയതൊരു 10 സന്തതികളെങ്കിലും ഉണ്ടാകാൻ സാധിക്കും. കാരണം പിന്നെ ആദാമിന്റെ സന്തതിയെക്കുറിച്ച് പറയുന്നത്, ആദാമിന് 130 വയസ്സായപ്പോൾ അവൻ ശേത്തിനെ ജനിപ്പിച്ചു എന്നാണ്. അപ്പോ കയീനും ശേത്തും ജനിക്കുന്നതിൻ്റെ ഇടയിലുള്ള കാലഘട്ടങ്ങളിൽ 10 വർഷം വെച്ച് കൂട്ടിയാലും ഓരോ ജനനം നടന്നാലും ചുരുങ്ങിയത് 10 പേരെങ്കിലും ജനിച്ചു. ഏതായാലും മറ്റ് ആദാമിന് മക്കളുണ്ടെന്നുള്ളതിൻ്റെ സാഹചര്യവും സംസാരത്തിൻ്റെ തെളിവുകളും നമുക്ക് ഈ അധ്യായത്തിൽ തന്നെ കാണാൻ പറ്റും. അതുകൊണ്ട് ആരെങ്കിലും കയീനെ കൊന്നുകളയാതിരിക്കാൻ യഹോവ കയീന് ഒരു അടയാളം വെച്ചതാണ്. കയീന് എന്താ അടയാളം വെച്ചിരിക്കണതെന്നൊന്നും ആർക്കും അറിയാൻ പറ്റില്ല. കയീനെ കുറിച്ച് അന്ന് ജീവിച്ചിരുന്നവരെ അവരുടെ മനസ്സുകളിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വ്യാപാരത്താൽ എന്തെങ്കിലും കയീനോട് എതിരിടാത്ത ഒരു ആലോചന കൊടുത്തിട്ടുണ്ടോ? അത്രേ ഉള്ളൂ. അല്ലാതെ കയീന് എന്താ അടയാളം കൊടുത്തിരിക്കുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഇവിടെ ഒരാൾ നീതിമാനും ഒരാൾ ദുഷ്ടനുമായി തീർന്നു. ദുഷ്ടതയെയും നീതിയെയും നന്മയെയും തിന്മയെയും തിരിച്ചറിയുന്ന മറ്റൊരു വിധം ഇവിടെ കയീന്റെയും ഹാവേലിന്റെയും ജീവിത ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ കയീന്റെ ഭാര്യ ആരാണെന്ന് ചോദിച്ചാൽ, കയീന്റെ ഭാര്യ ആദാമിന്റെയും ഹവ്വായുടെയും പെൺമക്കൾ തന്നെയാണ് കയീന്റെ ഭാര്യ. അതിനെന്താണ് തെറ്റ്? അത് ദൈവം പാപം അനുവദിച്ചു എന്നുള്ളതാണോ? അല്ല. ദൈവം മനുഷ്യനോട് കൽപ്പിച്ചിരിക്കുന്നത് നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകുക എന്ന് പറഞ്ഞിരിക്കുന്നു. ദൈവം അനുവദിച്ചിരിക്കുന്ന നിയമങ്ങളൊന്നും പാപമല്ല. പെങ്ങളെ കല്യാണം കഴിക്കുന്നത് അന്ന് പാപമല്ല. കയീൻ കല്യാണം കഴിച്ചത് പെങ്ങളെ തന്നെയാണ്. അതിന് ദൈവം അനുവദിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അന്നത്തെ വ്യവസ്ഥിതിയിൽ ദൈവം അത് അനുവദിച്ചിട്ടുണ്ട്. ഇന്നത്തെ സാമൂഹ്യ വ്യവസ്ഥിതിയിൽ ചിലപ്പോൾ അത് തെറ്റായിരിക്കാം. അതിനുള്ള കാരണം അന്ന് സന്താന പരമ്പര വർദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഇന്ന് സന്തതി പരമ്പരകൾ വർദ്ധിക്കുവാൻ ഇങ്ങനെയുള്ള ബന്ധങ്ങൾ ആവശ്യമില്ല. അത് അന്യജാതികളിൽ നിന്നാകാം, അന്യരാജ്യത്ത് നിന്നാകാം, എങ്ങനെയായാലും കുഴപ്പമില്ല. ഏതായാലും ദൈവം അനുവദിച്ചിരിക്കുന്ന ഒരു കാര്യവും പാപമല്ല.
അത് ദൈവം അനുഗ്രഹിച്ച് അവരെ അതിന് നിയോഗിച്ചിരിക്കുക. ഈ വൃക്ഷങ്ങൾ, സസ്യങ്ങൾ, ജലജന്തുക്കൾ, കാട്ടുമൃഗങ്ങൾ ഇവരെല്ലാം വർദ്ധിച്ചു വരുവാൻ ഒരു നിയമം ദൈവം വെച്ചിട്ടുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിലെ സൃഷ്ടി വിവരണത്തിൽ. അതുപോലെ തന്നെ മനുഷ്യന് വരുവാൻ ഇങ്ങനെ ഒരു നിയമമാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വേദപുസ്തകം കൂടുതൽ ചിന്തിച്ച് പഠിക്കുമ്പോൾ ഈ വിധമായ യുക്തിക്കെതിരായ ചിന്തകൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ലെന്ന് കാണാൻ കഴിയും. യുക്തി കൊണ്ടും യാഥാർത്ഥ്യങ്ങൾ കൊണ്ടും വേദപുസ്തകത്തെ വളരെ കൃത്യമായി ചിന്തിച്ച് പഠിക്കുന്നവർക്ക് സംശയത്തിനൊന്നും ഇല്ലാത്ത വിധത്തിലാണ് വേദപുസ്തകത്തിൻ്റെ രചന. അപ്പോൾ ദൈവം അനുവദിച്ചിരിക്കുന്ന കാര്യങ്ങൾ കയ്യിനെ സംബന്ധിച്ചും ഹാബേലിനെ സംബന്ധിച്ചായാലും പിന്നീട് വരുന്ന തലമുറകളെക്കുറിച്ചാണേലും ദൈവത്തിൻ്റെ നിയമങ്ങൾ എന്നും നിയമങ്ങൾ തന്നെയാണ്. അപ്പോൾ ദൈവം ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ആരും ഇങ്ങനെയുള്ള ദൈവത്തെ വിശ്വസിക്കേണ്ട, അനുസരിക്കേണ്ട എന്ന് തീരുമാനിച്ചാൽ അതങ്ങനെ തന്നെ പോകുന്നതിനും ദൈവം ഇപ്പോൾ തടയുന്നില്ല. ദൈവം ഇപ്പോൾ ബലമായിട്ട് ആരെയും വിശ്വസിപ്പിക്കാനും അനുസരിപ്പിക്കാനും പോകുന്നില്ല. കാരണം സ്വതന്ത്ര ചിത്തനായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ഇതാ നന്മയും തിന്മയും, ജീവനും മരണവും, അനുഗ്രഹവും നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം, ഇഷ്ടമുള്ളതുപോലെ ഇവിടെ ജീവിക്കാം എന്നാണ് ദൈവത്തിൻ്റെ പ്രമാണം. അപ്പോൾ ഈ വിധത്തിൽ കാര്യങ്ങളെ മനസ്സിലാക്കി കാര്യങ്ങളുടെയും കാരണങ്ങളുടെയും അടിസ്ഥാനത്തിൽ യഹോവയെക്കുറിച്ച്, യഹോവയുടെ ഉദ്ദേശങ്ങളെക്കുറിച്ചും മനസ്സിലാക്കുന്നവർ ദൈവഭക്തന്മാരായി ജീവിക്കുന്നത് ദൈവത്തിന് പ്രസാദമാണ്. അങ്ങനെയുള്ളവർക്ക് ഒരു കരുതൽ ഈ ആയുസ്സിൽ തന്നെ ദൈവം നൽകുന്നു എന്നുള്ളതും വലിയൊരു പാഠമാണ്. അപ്പം ഇവിടെ ഹാബേലിനെ കുറിച്ച് നീതിമാനായ ഹാബേൽ എന്ന് പറയും. അപ്പം ഈ പഴയ നിയമ ചരിത്രത്തിൽ പറയുന്ന വസ്തുതകൾക്കും കാര്യങ്ങൾക്കുമൊക്കെ അതിൻ്റെ പൊരുളിൻ്റെ നിഴൽ കൂടി ദൈവം അടക്കി വെച്ചുകൊണ്ടാണ് വേദപുസ്തകം എഴുതിയിരിക്കുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, യഹോവയായ ദൈവം മൃഗത്തിൻ്റെ ഒരു തോല് കൊണ്ടാണ് ആദാമിനും ഹവ്വായിക്കും ഉടുപ്പുണ്ടായത്. ഇത് ക്രിസ്തുവിൻ്റെ ബലിയുടെ ഒരു സൂചന, ഒരു നിഴലാണ് ഇവിടെ ഏദൻ തോട്ടത്തിൽ കൊടുത്തിരിക്കുന്നത്. മറ്റേ ഹാബേലിനെ കൊന്നുകളഞ്ഞു. ഇവിടെ ഇതാ ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തമെന്ന് യേശുക്രിസ്തുവിന്റെ ജീവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഹാബേലിന്റെ മരണം, ഹാബേലിനെ കയീൻ കൊന്നു. എന്താണ് അതിൻ്റെ പൊരുളിലെ അർത്ഥം? എന്താണ്? ജഡിക ഇസ്രായേൽ യേശുക്രിസ്തുവിനെ ക്രൂശിച്ചു കളഞ്ഞു എന്നുള്ളതിൻ്റെ ഒരു നിഴലാണ് ഈ ഭാഗത്ത് ദൈവം ഇവിടെ അടക്കി. അപ്പോൾ വേദപുസ്തകത്തിൻ്റെ ലിഖിതം മറ്റുള്ള ഗ്രന്ഥങ്ങൾ പോലെയല്ല. അത് മറ്റുള്ള പുരാണങ്ങളും ഇതിഹാസങ്ങളും ബാലരമ മംഗളങ്ങൾ എഴുതുന്ന പോലെയല്ല വേദപുസ്തകത്തിൻ്റെ രചന. അത് BC-യിൽ തുടങ്ങുന്ന കാര്യങ്ങൾ AD-യിൽ അതിൻ്റെ നിവൃത്തിയിലേക്ക് വരുന്നതിനെ കുറിച്ചും ഇത് സംഗ്രഹിച്ചു വച്ചിരിക്കുന്നതാണ് എന്നുള്ള കാര്യം നാം ഓർമ്മിക്കും. യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണം ആദാമിനൊരു ഗാഠനിദ്ര വരുത്തി എന്ന് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞതാണ്. യേശുക്രിസ്തുവിൻ്റെ മരണത്തിൽ നിന്നാണ് യേശുക്രിസ്തുവിൻ്റെ സഭയാകുന്ന പൊരുളിലെ ഹൗവ ജീവൻ പ്രാപിച്ചത് എന്നുള്ളതിൻ്റെ നിഴലാണ് ആദാമിനൊരു ഗാഠനിദ്ര വരുത്തി എന്ന് പറഞ്ഞു. അപ്പം ഈ വിധത്തിൽ നിഴൽ പൊരുൾ ബന്ധത്തിൽ വേദപുസ്തകം പഠിക്കാത്ത ഒരാൾക്കും ദൈവനിർണയത്തിൻ്റെ ആ അഗാധതയിലേക്ക് ഇറങ്ങുവാനും മനസ്സിലാക്കുവാനും സാധ്യമല്ല. അതുകൊണ്ട് നമ്മൾ ഈ കുറേശ്ശെയുള്ള ഭാഗമാണെങ്കിലും നിങ്ങൾക്ക്
ശ്രദ്ധയുള്ളവർക്കും താല്പര്യമുള്ളവർക്കും ഇതിങ്ങനെ തുടർന്ന് കേട്ടുപോകുന്നത് വളരെ അനുഗ്രഹകരമായിരിക്കുമെന്നാണ് പറയാനുള്ളത്. ഇത് നമ്മൾ പറയുന്നത് പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയല്ല. ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എല്ലാവരും സത്യവേദപുസ്തകം എന്താണ് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. അതിലെല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും.